എന്താ എന്താ പ്രശ്നം? രേണു സുധിക്കെതിരെ കേസ്. എന്റെ കൂടെയുള്ള 2 മക്കളും കൊല്ലം സുധിയുടെ ചോരയിലുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്കുണ്ടോ സുധിയുടെ ചോരയിൽ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്കാർക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. പറ്റിപ്പോയി അണ്ണാ, എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടും. സന്തോഷമായി, എനിക്ക് ഇന്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, ഇവിടെ കൂടിയിരിക്കണ എച്ചീനെ ഒഴിപ്പിക്കാതെ നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോണ പ്രശ്നമില്ല എന്റെ ഉസ്താദ്. എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. ഇവർക്കുണ്ടോ സുധിയുടെ ചോരയിൽ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്കാർക്കും. ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തിയല്ല. ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ.